ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ ഞാൻ വന്നിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ കുറെ സാധനങ്ങൾ വെച്ച് ഓർഡർ ആക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പൊ ഇത് നമുക്ക് നെയ്ഫിന്റെ ബോക്സ് ആണ്. അപ്പൊ ഇതാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് അൺബോക്സ് ചെയ്ത് നോക്കുന്നത്. നമുക്കൊന്ന് പൊടിച്ചു നോക്കാം. അപ്പൊ ഇത് പൊട്ടിച്ചു നോക്കിയിട്ടുണ്ട്. നമുക്ക് നോക്കി നോക്കാം. ഇതിന് സെക്യൂർ ആയിട്ട് നല്ല കത്തി ഇതാക്കിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇത് കവറിന് നോക്കാം. ഇത് വീണ്ടും ഒരു കവറിലാക്കിയിട്ടാണ് അവർ തന്നത്. നമുക്ക് അതും പൊട്ടിച്ചെടുക്കാം. 3 കത്തിയാണുള്ളത്, പല ഷേപ്പിലായിട്ട്. ആദ്യം തന്നെ പേര് തുറന്നു നോക്കാം. അപ്പൊ നമ്മുടെ ഇത് പറയുന്നത് ഇനി വേറെ ഇതിന്റെ പേപ്പർ ഉണ്ട് ഇതില്, അത് നമുക്ക് തുറന്നു നോക്കാം. അപ്പൊ ഇതാണ് നമ്മളെ കത്തിയായിട്ട് വരുന്നത്. നല്ല രസമുണ്ട് ഗൈസ്. അപ്പൊ ഇത് ഓറഞ്ചിന്റെ ഇതൊക്കെ ഉള്ള ഒരു തീമാണ്. നല്ല മൂർച്ചയുണ്ട്. മൂർച്ചെല്ലാം നല്ല മൂർച്ചയുണ്ട് ഇതിന്. നമുക്ക് ബാക്കിയുള്ളത് തുറന്നു നോക്കാം. അപ്പൊ ഇതിൽ വലിയതും ചെറിയതായിട്ടുള്ള പല കത്തികളുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ മൂർച്ച ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് ഇതിന്റെ കിട്ടിയൊരു കാർഡ്ബോർഡ് ഉണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിൾ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് അടുത്ത ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ അടുത്ത നമ്മള് ഇത് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പേപ്പർ സാൾട്ട് ഇടുന്ന നമ്മുടെ ടേബിളിൽ അറേഞ്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇതാണ്. നമുക്ക് പൊട്ടിച്ചിട്ടില്ല. നേരത്തെ ഇതാക്കിയ കത്തിയാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത്. അതിന്റെ അകത്ത് വേറൊരു ബോക്സ് വരുന്നുണ്ട്. അപ്പൊ നമുക്കിത് തുറന്നു നോക്കിയേക്കാം. ഇതിന്റെ അകത്ത് ഇങ്ങനത്തെ ഒരു ഇത് വരുന്നത് നമുക്ക് നോക്കി വെക്കാം. നമുക്കിതൊന്ന് ഇതിന്റെ അവിടെ ഒരു ചെറിയൊരു ഇത് വരുന്നുണ്ട്, കവർ വരുന്നുണ്ട്. നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളുടെ ടേബിളിലൊക്കെ സിമ്പിൾ ആയിട്ട് അറേഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഇതാണ്. പേപ്പർ സോൾഡറാണ് ഇത്. അത്യാവശ്യം മൊത്തത്തിൽ പെട്ടെന്ന് പൊട്ടിയൊന്നുമില്ല. ഇത് നമുക്ക് അപ്പൊ ഇത് ഫൈബറിന്റെ ഇനി വരുന്നത്. ഇത് നല്ല ബലവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല പെട്ടെന്ന് വീണ പൊട്ടത്തൊന്നുമില്ല. അപ്പൊ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. ഞങ്ങൾക്ക് അടുത്തൊന്ന് തുറന്നു നോക്കിയിരുന്നു. അപ്പൊ ഇതില് ഹാൻഡിൽ വിത്ത് കെയർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് പതുക്കെ പൊട്ടിച്ചേക്കാം. ഇതിൽ ഹണിയാണ് വരുന്നത്. നമുക്ക് തുറന്നു നോക്കിയേക്കാം. അതിന്റെ അടുത്ത് വീണ്ടും ഒരു ബോക്സ് വരുന്നുണ്ട്. നമുക്ക് അത് നമുക്കൊന്ന് തുറന്നു നോക്കിയേക്കാം. അതിന്റെ അകത്തു വേറൊരു ബോക്സ് വരുന്നില്ല. ഇത് ഹണിയാണ് നമുക്ക് വരുന്നത്. ഈ ഹണി വരുന്നത് സഫോളയുടെ ഹണിയാണ്. ഇത് നമ്മൾ മുൻപ് 3 മാറ്റം വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഞങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളത് ഹണിയാണിത്. ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ എപ്പോഴും നോക്കാറുള്ളത് ഇതാണ്, ഹണിയാണ്. കമന്റ് ബോക്സിൽ ഇതിന് ബെഡ് കമന്റ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ 3 വട്ടം കഴിച്ചിട്ട് ഞങ്ങൾക്ക് നല്ല ഹണിയാണ്
അടുത്ത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഇതിന്റെ അനിയക്ക് വേണ്ടിയിട്ട് ഒരു ഊഞ്ഞാലയാണിത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ്. ഇതിൽ കടന്നുറങ്ങിയാൽ അവ പെട്ടെന്ന് കടന്നുറങ്ങും. വേറെ ഒന്നിലും കടന്നാലും അവൻ കടന്നുറങ്ങാറില്ല. പക്ഷെ ഇതിൽ കടന്നുറങ്ങിയാൽ അവൻ ഉറങ്ങാറുണ്ട്. നമുക്കൊന്നത് തുറന്നു നോക്കാം. ഇമ്മാടെ വീട്ടിലുണ്ട് ഇത്. മഞ്ഞ മാമാടെ കുട്ടിക്കുണ്ട്. അത് കണ്ടിട്ടാണ് ഞങ്ങൾ ഇത് മേടിച്ചിരിക്കുന്നത്. നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. അപ്പൊ ഈ ഊഞ്ഞാല നമുക്ക് എടുത്തു നോക്കാം. ഇതിന്റെ ഇവിടെ വേറൊരു കവറുണ്ട്. ഇതിലൊരു കുളത്തൊക്കെ വരുന്നുണ്ട്. കുട്ടികൾക്ക് സുഖമായിട്ട് ഇരുന്നിട്ട് ആടാൻ പറ്റിയൊരു സാധനമാണ്. എന്റെ ഉമ്മയുടെ കൂടി കുറെ കാലം അത് ഉപയോഗിച്ചിരിക്കണം. അത് കണ്ടിട്ടാണ് ഞങ്ങൾ മേടിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇതില് സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുട്ടികൾക്ക് നല്ല സേഫ്റ്റിയാണ് ഇതില്. ഇത് നല്ല സോഫ്റ്റ് തുണിയാണ് വരുന്നത്. ഇനി നമുക്ക് അടുത്ത സാധനം എടുത്തു നോക്കാം. അപ്പൊ ഇനി അടുത്തതാണെന്ന് പൊളിച്ചു നോക്കാം. ഇനി നമുക്ക് എന്തായാലും എടുക്കാം. ഇതിൽ 3 ബോക്സ് ആണ് വരുന്നത്. ഇനി നമുക്കിത് പുറത്തേക്ക് എടുക്കാം. തുറന്ന് നോക്കാം. ഇത് ബൗളാണ് സംഭവം. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. നല്ല സേഫ്റ്റി ആയിട്ടാണ് അവര് വെച്ച് തന്നിരിക്കുന്നത്. ഇത് പൊട്ടണ ബൗളാണ്. ചാറും ഇതൊക്കെ ആക്കിയിട്ട് വെക്കാൻ പറ്റിയ നല്ലൊരു ബൗളാണിത്. അപ്പൊ ഇതിൽ വരുന്നത് 3 ബൗളാണ്. 3 നല്ല ബൗളാണ്. അത് നന്നായിട്ട് തന്നെ നമുക്ക് സെർവ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സാധനം ട്രൈ ചെയ്യാം. അപ്പൊ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു ട്രൈപോഡാണ്. ഞങ്ങൾ യൂട്യൂബ് തുടങ്ങിയിട്ട് കുറെ കാലമായിരുന്നു മേടിക്കണമെന്ന്. ഇപ്പോഴാണ് ഞാൻ ഇത് മേടിച്ചിട്ടുള്ളത്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇത് ഇത്ര നീളം വരും. പിന്നെ ഉമ്മമാർക്കൊക്കെ കിച്ചണിലൊക്കെ യൂസ് ചെയ്യാനും ഇത് നല്ലൊരു ഇതാണ്. നമുക്ക് വെച്ചിട്ട് ഇത് ഇതാക്കിയാൽ മതി. നല്ല ക്ലിയർ ആയിട്ട് ഇതിൽ കിട്ടും ചെയ്യും. പിന്നെ ഇതിൽ ഓഫാക്കാനും ഓണാക്കാനും ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഓഫാക്കാനും ഓണാക്കാനും ഇത് ബട്ടൺ ഉണ്ട്. ഇത് ഊരും ചെയ്യാം. നമുക്ക് വേണ്ടെങ്കിൽ ഊരി വെക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ ഇതിലിട്ടിട്ട് ഓഫാക്കാനും ഓണാക്കാനും ഇത് യൂസ് ചെയ്യാം. ഇത് ബ്ലൂടൂത്തിൽ കണക്ട് ചെയ്തിട്ട് ഇത് ക്ലിക്ക് ചെയ്താൽ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ അവിടെ നമ്മുടെ ഇതിനനുസരിച്ചിട്ട് പറ്റുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. ഇത് നമുക്ക് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിനനുസരിച്ചിട്ട് അലാസ്റ്റിക് പോലെയാണ് ഇത് നീണ്ടു വരും. സൈഡാക്കിയിട്ട് നമുക്ക് ഇതാക്കി എടുക്കാൻ പറ്റും. നല്ലൊരു യൂസ്ഫുൾ ട്രൈപോഡാണ് ഇത്. ഇത് മുന്നേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. ഇത് നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്തി തരാം വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ല യൂസ്ഫുൾ ആണ്. ഞങ്ങൾ കുറേ കാലമായി ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഇത് നല്ല ടെമ്പറൊക്കെ അത്യാവശ്യം കട്ടിയുള്ളതാണ്. പെട്ടെന്ന്
ഇതായാലും പോകത്തൊന്നുമില്ല. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ളത്. ഇതിന്റെ ഒക്കെ ലിങ്ക് വേണ്ടവര് ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, അതിൽ നോക്കിയാൽ മതി. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ബൈ.